ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ദൈവം നമ്മെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ചോദിക്കുന്നതും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന്, അല്ലേ? അപ്പം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് ഇന്ന് അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായ ഒരു ദിവസം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം നമുക്ക് ദൈവത്തോടൊപ്പം ആരംഭിക്കാം. ദൈവത്തോടൊപ്പം ആരംഭിക്കുമ്പോൾ അത് മനോഹരമായി തീരുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോസ്, ഈ ദൈവവചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് നിങ്ങൾ കഴിയുമെങ്കിൽ ഇതൊന്ന് മറ്റുള്ളവർക്ക് പാസ് ചെയ്യാനായിട്ട് അയച്ചു കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കണം. ഇന്നലെ കേട്ട വചനം വിശുദ്ധ പൗലോസ്ലിഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നാണ്. അവ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഓർത്തെടുക്കണം, ദൈവവചനം പ്രബോധനത്തിനും ശാസനയ്ക്കും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഒന്നുകൂടെ വായിക്കുക, ഒന്നുകൂടെ പഠിക്കുക, അതൊന്നുകൂടെ റിഫ്രഷ് ചെയ്യാൻ നമ്മെ സഹായിക്കും. വചനം പഠിക്കുന്നത് നമ്മെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ, ശക്തിയോടെ മുന്നോട്ട് നയിക്കാൻ നമ്മെ സഹായിക്കും എന്നുള്ളൊരു സംശയമില്ല. ഇന്ന് നാം പഠിക്കുന്ന വചനം 119-ാം സങ്കീർത്തനം, ബുക്ക് ഓഫ് സാംസ്, ചാപ്റ്റർ 119 വേഴ്സ് 11. 119-ാം സങ്കീർത്തനം, അതിൻ്റെ 11-ാം വാക്യം. അതിങ്ങനെയാണ് പറയുക: അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് ദൈവവചനമാണ്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നാം പാപം ചെയ്യുക എന്നുള്ളത് അവൻ പിശാച് നമ്മെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ഹീനമായ പ്രവൃത്തിയാണ്, അല്ലേ? പിശാച് എന്തിനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? വചനം പറയുന്നുണ്ട്, അവൻ വരുന്നത് ടു ഡിസ്ട്രോയ് യു, അല്ലെങ്കിൽ കൊല്ലാനും നശിപ്പിക്കാനുമാണ്. സമൂലം അവൻ പതിയെ നമ്മെ നശിപ്പിക്കും, കൊല്ലും. പതിയെ അവൻ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും, കൊള്ളാം, നല്ലതാണ്, ഈ ചെയ്യുന്ന കാര്യം നല്ലതാണ്. പാപമാണെന്ന് അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നവരുണ്ട്, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പാപം ചെയ്യാറുണ്ട്. ആരുടെയും ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ദൈവത്തെ മറന്ന് സാധാരണൊപ്പം നമ്മൾ നടന്നു പോകും, ഇല്ലേ? അപ്പോൾ അങ്ങേക്കെതിരെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കാൻ അത് നമ്മെ സഹായിക്കുന്നു. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കും. I treasure your word in my heart. വളരെ മനോഹരമായിട്ട് ആ ട്രഷർ എന്നുള്ള വാക്ക് തന്നെ പറഞ്ഞില്ലേ? ട്രഷർ എന്ന നിധിയാണ്, അല്ലേ? അപ്പം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം ഹൃദയമാണ് ഏറ്റവും. കാരണം ആരും എടുത്തുള്ളൂ പോകുന്ന വിശേഷം മാത്രമേ ഉള്ളൂ. നമ്മൾ ആരും അറിയാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കാര്യം, വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. I treasure your word in my heart so that I may not sin against you. അതാണ് വചനം പറയുന്നത്. I treasure your word in my heart so that I may not sin against you. അപ്പോൾ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും. ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവും. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ട അത് സൂക്ഷിച്ചാൽ മറ്റുള്ളതെല്ലാം നിങ്ങളുടെ കൂടെ വരും. ഒരു കാന്തം പോലെയാണ് ദൈവവചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മറ്റുള്ളതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരും. നല്ല 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 അനുഗ്രഹങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹപൂർണമായി ദൈവം നിങ്ങളെ നയിക്കട്ടെ.